ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ലെസൺ 3ലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ, എ ആൻഡ് ദ. ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സുകളിലും ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇനി നിങ്ങൾ ന്യൂലി ജോയിൻഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നും നമ്മളൊരു ടോപ്പിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ ഇതാണ്: ഹി ബോട്ട് എ കാർ. ഇവിടെ ഈ സെൻറ്റൻസിൽ നോക്കിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പല കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഹി ബോട്ട്, അവൻ വാങ്ങി. എ കാർ, ഓക്കെ. എ എന്ന രീതിയിലോ അല്ലെങ്കിൽ എ എന്ന രീതിയിലോ നിങ്ങൾക്ക് ഉച്ചരിക്കാം, കുഴപ്പമില്ല. കൂടുതലും നല്ലത് എ എന്ന രീതിയിൽ പറയുന്നതാണ്. ഹി ബോട്ട് എ കാർ എന്ന രീതിയിൽ പറയുന്നതാണ് നല്ലത്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് എ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ എ ഉപയോഗിച്ചത് ഒരു സെൻറ്റൻസിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു നൗണിന് മുൻപായിട്ടാണ് നമ്മൾ എ എന്നുള്ളത് ഉപയോഗിക്കുക. അതായത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് നൗണിന് മുൻപായിട്ടായിരിക്കും. ഓക്കെ, എല്ലാ സെൻറ്റൻസിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കാറ് മേടിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാറാണെന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഇന്ന കമ്പനിയുടെ ഇന്ന മോഡൽ അല്ലെങ്കിൽ ഇന്ന വേരിയൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റമിനെ കുറിച്ചല്ല പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അതായത് നമുക്ക് ഇപ്പോൾ ജനറലായിട്ട് അങ്ങോട്ട് പറയുകയാണ്, ഒരു കാറ് മേടിച്ചു. ഏത് കാറ്, അല്ലെങ്കിൽ അതിൻ്റെ കളർ എന്താണെന്നോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ജസ്റ്റ് അവനൊരു കാറ് മേടിച്ചു. ഓക്കെ, അതൊരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമ്പിളിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹി ബോട്ട് എ കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാർ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്ന സംഭവം കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് എണ്ണാൻ പറ്റുന്നവയുടെ മുൻപിലായിട്ടാണ് ഇത് ഉപയോഗിക്കുക. അതായത് കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. നിങ്ങൾ ആ ക്ലാസ് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഗ്രാമർ ലെസൺസിൽ ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളത് കാണാൻ മറക്കരുത്. അൺകൗണ്ടബിൾ നൗണും കൗണ്ടബിൾ നൗൺസിനെ കുറിച്ച് നമ്മൾ പല രീതിയിലും പല വീഡിയോകളിലും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളത് കാണുകയാണെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. സംഭവം ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുമുണ്ട്, എണ്ണാൻ പറ്റാത്ത വസ്തുക്കളുമുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ട്രീറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. ഐ സോ എ സ്റ്റാർ ഇൻ ദ സ്കൈ ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ സോ എ സ്റ്റാർ, ഏതോ ഒരു സ്റ്റാർ കണ്ടു അല്ലേ, ഏത് സ്റ്റാറുകൾ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ എ സ്റ്റാർ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി എ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ആർട്ടിക്കിളാണ് ആൻ എന്ന് പറയുന്നത്. അത് വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതായത് വവൽ സൗണ്ട്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഐ ബട്ടണിൽ വേണമെങ്കിൽ കൊടുക്കാം, ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. അതായത് നമ്മൾ എ ഇ ഐ ഒ യു എന്ന ശബ്ദങ്ങൾ വെച്ച് തുടങ്ങുന്ന വേർഡ്സ് അങ്ങനെ തന്നെ പറയണം. ഓക്കെ, എ ഇ ഐ ഒ യു വവൽ സൗണ്ട്സ് എന്നാണ് നമ്മൾ പറയുക, അക്ഷരങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉച്ചാരണങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, അതായത് ആ, ഇ, എ അല്ലെങ്കിൽ ഇ, ഒ, അ. ഓക്കെ, യു എന്നുള്ളത് നമ്മൾ അ എന്ന രീതിയിലല്ല ഉച്ചരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ബോട്ട് ആൻ അംബ്രേല. ഓക്കെ, ഐ ബോട്ട് ആൻ അംബ്രേല. അവിടെ അംബ്രേല എന്നുള്ളതിൻ്റെ ഉച്ചാരണം വരുന്നത് എങ്ങനെയാണ്? അ എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കില്ല. ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ശബ്ദമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എ എന്നുള്ളതിന് പരമായിട്ട് ആൻ ഉപയോഗിച്ചു. അത്ര മാത്രമേ അവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ. ഓക്കെ, ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കുമായിട്ട് പറഞ്ഞു തരാം. അതായത് ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ. ഇവിടെ ഹവർ എന്ന രീതിയിലല്ല ഉച്ചരിക്കുന്നത്. എച്ച് അവിടെ സൈലൻ്റ് ആയതുകൊണ്ട് നമ്മളവിടെ
ആൻ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്ക് പകരം ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ആൻ എന്ന ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ആർട്ടിക്കിൾ വരുന്നതാണ് ദ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ബോട്ട് എ കാർ എന്ന രീതിയിൽ പറഞ്ഞു അല്ലേ. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അതായത് ഹി ബോട്ട് എ കാർ എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ എക്സാമ്പിൾ നമ്മൾ ഹി ബോട്ട് ദ കാർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എ കാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇത് സ്പെസിഫിക് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു 3 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 3 പേരും കൂടി ഒരു കാറ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഒരു കാറ് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് നമ്മളത് സജസ്റ്റ് ചെയ്തു, നല്ല കാറാണ്, ഇനി നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി തീരുമാനിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ നമ്മളോട് വന്ന് പറയുകയാണ് ഹി ബോട്ട് ദ കാർ. ഓക്കെ, അവിടെ ഏത് കാറാണ് എന്നുള്ളത് നമുക്കവിടെ സ്പെസിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും അറിയാവുന്ന സംഭവത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. എ ഉപയോഗിച്ചിട്ട് പറയുന്നതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെ കുറിച്ചായിരിക്കില്ല പറയുന്നത്. നേരെ മറിച്ച് ദ വരുന്ന സമയത്ത് എല്ലാവർക്കും, അതായത് ബോത്ത് ദ സ്പീക്കേഴ്സ് വിൽ നോ വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട്. ഏത് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഓൾറെഡി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയങ്ങളിലാണ് നമ്മൾ ദ ഉപയോഗിക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഐ സോ എ സ്റ്റാർ ഇൻ ദ സ്കൈ ലാസ്റ്റ് നൈറ്റ് എന്ന രീതിയിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ ദ വെക്കുകയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഐ സോ ദ നോർത്ത് പോൾ സ്റ്റാർ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ഐ സോ ദ നോർത്ത് പോൾ സ്റ്റാർ ഇൻ ദ സ്കൈ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവാം, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ഇൻ ദ സ്കൈ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അത് നമുക്ക് പറയാം. അപ്പോൾ ഐ സോ ദ നോർത്ത് പോൾ സ്റ്റാർ അവിടെ ആകുമ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് അവിടെ ഇൻ ദ സ്കൈ എന്ന് വന്നു? നമുക്ക് എത്ര സ്കൈ ആണുള്ളത്? അവിടെ നമുക്ക് ഒരു സ്കൈയല്ലേ ഉള്ളൂ. അവിടെ നമ്മൾ ദ ഉപയോഗിക്കും. ദ എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, പിന്നെ ഗ്രാമർ സെഷനിൽ തന്നെ നമ്മൾ ആർട്ടിക്കിൾസ് കവർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും നിങ്ങൾ കാണാൻ മറക്കരുത്. നമ്മൾ എ ആൻഡ് ദ എന്നീ ടേംസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. കൂടുതൽ ആളുകൾക്കും സംശയം വരാറുള്ളൊരു സംഭവമാണത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വല്ലാണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സംസാരത്തെ അത് വല്ലാതെ ബാധിക്കുകയൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു റിസർച്ച് പോലെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ടോ. പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സെൻറ്റൻസുകൾ എഴുതുന്നത് തന്നെയാണ് നല്ലത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ അടുത്ത ലെസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.